ഇപ്പോൾ ലോകത്ത് മുഴുവനും വിവരക്കേട് അത് ഇന്നും ഇന്നലെയുള്ളതല്ല. ഈ കക്ഷികളുടെ പേര് ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന കക്ഷികൾ, അതാണ് ഖവാരിജികൾ. ആ ഖവാരിജികളാണ് ബഹുമാനപ്പെട്ട സയ്യിദനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. അവർ കൊന്നതെങ്ങനെയാണ്? സുബ്ഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് ഒരു വെട്ട് കൊടുത്തു. അങ്ങനെ വാളുകൊണ്ട് വെട്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു ഖവാരിജ്. ആ ഖവാരിജുകൾ എന്ന് പറയുന്ന ആ കക്ഷികളാണ് ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ ജലാലയിലെ ആശയിൽ പറഞ്ഞതായി നമുക്ക് കാണാം. ഇപ്പോൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ് ആയത്ത് ഓതുന്നവർ ആ കക്ഷികളാണെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്നായിരുന്നു അവരുടെ വാദം. അതുപോലെ സഹാബികളെല്ലാം ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണ് എന്നായിരുന്നു അവരുടെ വാദം. അതിനവരെന്താ ചെയ്തത്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം, മിൻ തലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ. അവിശ്വാസികളെ സംബന്ധിച്ച് ഖുർആനിൽ വന്ന ചില ആയത്തുകൾ അതിനെ ഫഹമലുഹാ അലൽ മുസ്ലിമീൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളുടെ പേരിൽ അവരത് ചാർത്തി ആ ആയത്ത് അവർ ചുമത്തി. എന്നിട്ട് അവരെ പോലെയാണ് ഇവരും മുശ്രിക്കുകളാണ് എന്ന് വാദിക്കുന്നത് തന്നെയാണ് ഇന്ന് എവിടെ അതേ മുജാഹിദെന്നോ സലഫിന്നോ എന്ത് പേരിൽ വന്നാലും അതേത് ജാതി വന്നാലും പിന്നുള്ളത് വന്നാലും ജിന്നില്ലാത്ത വന്നാലും ഏത് വന്നാലും അവരുടെ എല്ലാ ആശയം ഈ ഖവാരിജികളുടെ ആശയമാണ്. അതിലൊരിക്കലും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ഖവാരിജ് റവാഫിദ് രണ്ട് കക്ഷികളാണ് ആദ്യകാലം മുതലേ ഇവിടെ ദീൻ ഫസാദാക്കാൻ വേണ്ടി വന്നിട്ടുള്ള രണ്ട് കക്ഷികൾ. ഒന്ന് ഖവാരിജ്, ഒന്ന് റവാഫിദ്. ഈ റാഫിദത്തുകളുടെ ഒരു ഭാഗമാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. അതും വലിയ അപകടം പിടിച്ച സാധനമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെതിരുള്ള എല്ലാ കക്ഷികളും അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വൻ നാസി അജ്മഈൻ. മൻ അഹദസ വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ അല്ലേ, സുന്നത്ത് ജമാഅത്ത് വിടണമെന്നില്ല. പിന്നെ സുന്നിയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷേ അവൻ സുന്നി അല്ലാത്ത കക്ഷികളെ അവൻ ചേർത്ത് പിടിക്കുകയാണ്, അവൻ സ്നേഹിക്കുകയാണ്, കൂട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെയുള്ള കക്ഷികളാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട് വൽ മലായിക, മലക്കുകളുടെ ലഅനത്തുണ്ട്, വന്നാസി അജ്മഈൻ, എല്ലാ നല്ല മനുഷ്യന്മാരെ ലഅനത്തുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ, അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഒരു ഫർളും സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. നമസ്കാരം കൊണ്ട് കാര്യമില്ല, നോമ്പ് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരുത്തൻ സലഫിയായാൽ അല്ലെ ശിയാക്കളിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ റാഫിദത്തായാൽ, ഖവാരിജിൽപ്പെട്ടാൽ, ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ടാൽ അവനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഒരു തവണയല്ല രണ്ട് തവണയല്ല പല സ്ഥലത്തും ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, സുന്നിയല്ലാത്തവർക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, മകളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞു. അത് പറയേണ്ടതല്ലേ മുസ്ലിമീങ്ങളെ? കാരണം അള്ളാന്റെ ലഅനത്തുള്ളവർക്കാണോ മകളെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ അതേ മലക്കുകളെ ലഅനത്തുള്ളവർക്കാണോ മകളെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കുന്നത്? അങ്ങനെ ഒരു മുസ്ലിമിന് ധൈര്യം വരുമോ? അറിവില്ലാത്ത ജനങ്ങൾ അത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുമ്പോ പറയൽ നിർബന്ധമായതുകൊണ്ടല്ലേ മഹാനായ ഗൗസുൽ ആദം മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരുടെ കിതാബുൽ ഉമ്മിയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, ഫഅലൽ മുഅ്മിനീന ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, അതേ മുഅ്മിനായ മനുഷ്യൻ സുന്നത്ത് ജമാഅത്ത് ഫോളോ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു. അതിന്റെ ശേഷം അതാ സുന്നത്ത് ജമാഅത്ത്
ജമാഅത്തിന്റെ വിരോധികളുമായി യുആദിയും അവരോട് എതിർത്ത് തന്നെ നിൽക്കണം. വലാ യുനാഹിയും അവർക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അവരെ വർദ്ധിപ്പിക്കുന്ന ഒരു ഏർപ്പാടും ചെയ്യാൻ പാടില്ല. എന്തിനധികം ഒരു പെരുന്നാളിന്റെ അന്ന് ആശംസ പോലും അവർക്ക് പറയാൻ പാടില്ല. അവർക്ക് നിക്കാഹും ചെയ്തു കൊടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇതല്ലേ ബഹുമാനപ്പെട്ട ശംസുല്ലമായി അബൂബക്കർ മുസ്ലിയാർ അവറുകൾ അതേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മരിച്ചാൽ അവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശംസുല്ലമായി ഉസ്താദ് ഫത്വ കൊടുത്തപ്പോ ഈ ഇബാറത്തിൽ ഉദ്ധരണിയല്ലേ എടുത്തുദ്ധരിച്ചത്. അപ്പൊ ശംസുല്ലമയും പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെ സുന്നിയല്ലാത്തവന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ലെന്നാണ്. ഓ സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വരുന്നത് ദീനിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാര് പറയുമ്പോ പരിഹസിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഖുർആനും ഹദീസും അനുസരിച്ച് വല്ല വാക്കും പറയാറുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. ഇമാമിങ്ങളെ കിതാബുകളാണ് ഉദ്ധരിക്കേണ്ടത്. അല്ലാതെ വിവരമില്ലാത്തവൻ വന്ന് നാക്കടിച്ചത് കൊണ്ട് കാര്യമില്ല. നാക്കിട്ടടിച്ചത് കൊണ്ട് കാര്യമില്ല. കാര്യം എല്ലാ മുസ്ലിമീങ്ങളും മനസ്സിലാക്കണം. വലായുനായും അവരുമായി നിക്കാഹ് ബന്ധം പാടില്ല എന്നത് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ വെറുതെ പറഞ്ഞാണോ? അല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസ്, ഖദരിയത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസ് മിസ്കാത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുമായി വിവാഹ ബന്ധം നടത്താൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണോ, ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണോ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണോ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞത് എന്താണോ, ലോകത്തുള്ള ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണോ, അത് പറയലാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കർത്തവ്യം. അത് നിർവഹിക്കുമ്പോൾ പരിഹസിച്ചിട്ട് കാര്യമില്ല. ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക, നബി തങ്ങൾ പഠിപ്പിച്ച ആശയത്തിലേക്ക് മടങ്ങുക, തെറ്റായ വിശ്വാസങ്ങൾ വലിച്ചെറിയുക. ഇതാണ് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത്. അപകടം പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിൽ അള്ളാന്റെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം. അള്ളാന്റെ റസൂലിന്റെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം. മലക്കുകളെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം. ഇത് എന്റെ വകയിലല്ലോ. ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസല്ലേ, മൻ ഹദസ, വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ട് പുത്തനാശയക്കാരനായാൽ ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവ്വമഹാന്മാരായ ജനങ്ങളെയും ലഅനത്തുണ്ട്. അവന്റെ ഒരു ഫർളും സുന്നത്തും ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദില, അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഓ സുഹൃത്തുക്കളെ, എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് തന്നെയാണ്, സാധുക്കളായ ഞങ്ങളും പറയുന്നത്. ഞങ്ങളെ വകയിൽ പ്രത്യേകിച്ച് പുതിയതൊന്നും പറയലില്ല. അങ്ങനെ പറയാൻ പാടും. പുതിയത് പറഞ്ഞാൽ പ്രത്യാവാദിയാവും. നമ്മൾ എന്ത് പറയുന്നുണ്ടോ അതെല്ലാം ഇമാമിങ്ങൾ പറഞ്ഞത് മാത്രം പറയാണ്. സുബ്ഹാനല്ലാഹ്. ചിലർക്ക് ചില ധാരണകളുണ്ട്. അവരെടുത്ത് പണം ഉണ്ടാവും, അല്ലെങ്കിൽ അധികാരം ഉണ്ടാവും. അതുകൊണ്ടൊന്നും സുന്നത്ത് ജമാഅത്തിനെ വിളിക്കാൻ കഴിയില്ല. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നുണ്ട്. ഷിയാക്കൾ ഇപ്പോ ഈ ഇറാനും അമേരിക്കയും ഒക്കെ ആയിട്ട് യുദ്ധം നടത്തും. അതില് ചിലപ്പോ അമേരിക്കയോ ഇസ്രായേലോ ചെയ്യുന്ന എല്ലാ ദുശ്ചെയ്തികളെയും ആർക്കും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ട് ഇറാനിലെ ഷിയാക്കളൊക്കെ നല്ലവരാണെന്ന് വിചാരിക്കാൻ പാടില്ല. അവര് മഹാ അപകടം പിടിച്ച സാധനമാണ്. നല്ല ബോധം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകണം. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിച്ചതായി കാണാം. അതേ, ഈ ഖുലാസത്തുൽ വഫാ ഫീ അഖ്ബാരി ദാരിൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട് അൽ മദീനത്തുൽ മുനവ്വറ. ഇവിടെ അൽ മദീന എന്ന ഈ സ്ഥാപനത്തിന് ബഹുമാനപ്പെട്ട ശറഫുൽ ഉലമ പേര് വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ബുകൊണ്ടാണ്. ആ മദീന ശരീഫിന്റെ ചരിത്രം പറയാൻ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു, ഇമാം സുംഹൂദി ഒരു സയ്യിദാണ്, തങ്ങളാണ്.
ഒരു സയ്യിദാണ്. തങ്ങന്മാരുടെ നേതാക്കളിൽ ഒരു വലിയ പ്രമുഖനാണ്. അവരൊക്കെ സയ്യിദന്മാരാണ്. പക്ഷെ അവരാരും ശിയാക്കൾ അംഗീകരിക്കില്ല. ശിയാക്കൾക്കെതിരെ ശക്തിയായി സംസാരിക്കും. കാരണം ശിയാക്കളുടെ നബി കുടുംബത്തോടുള്ള സ്നേഹം കാപട്യമാണ്. അത് ഇസ്ലാം ദീനിന്റെ വകയിലുള്ള സ്നേഹമല്ല, അത് കാപട്യമാണ്, രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഇമാം സുബ്ഹൂദി റളിയല്ലാഹു അൻഹു അടുത്ത് ധരിക്കുന്നതായി കാണാം. സുബ്ഹാനല്ലാഹ്. ഇമാം മുഹിബ്ബുത് തുബരി തങ്ങൾ വിളിച്ചതായി ഹാറൂൻ ഇബ്നു ശൈഖ് അംർ ഇബ്നു സഖബ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം വലിയ മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു സംഭവം, ശംസുദ്ദീൻ സവാബുൽ ലംസി എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെയും മദീന പള്ളിയുടെയും ഒക്കെ ഹാദിമീങ്ങളായി നിൽക്കുന്ന ആളുടെ ഉസ്താദായ ശൈഖായിരുന്നു ശംസുദ്ദീൻ തങ്ങൾ. വകാന റജുലൻ സാലിഹൻ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. കസീറൽ ബിർരി ബിൽ ഫഖറാ, സാധുക്കൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാനൊരു വലിയ അത്ഭുതം പറയട്ടെ, എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹം ഭരണാധികാരിയുടെ സമീപത്ത് പോയിരിക്കുന്ന ആളാണ്. പല വിവരങ്ങളും എനിക്ക് എത്തിച്ചു തരുന്ന ആളാണ്. ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു വലിയ സംഭവം നടന്നു. അംറുൻ അദീമുൻ ഹദസൽ യൗം. എന്താണത്? ഹലബ് ഭാഗത്ത് നിന്ന് ഒരു ടീം വന്നു. അവർ വന്നിട്ട് ഭരണാധികാരിക്ക് വളരെയേറെ സാമ്പത്തികമായി വലിയ സംഖ്യ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഹുജറത്തു ശരീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഹുജറത്തു ശരീഫ, ആ ഹുജറത്തു ശരീഫയിലാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പിന്നിൽ കിടക്കുന്നത്. അവർ രണ്ടാളെയും ഇവിടുന്ന് എടുത്ത് മാറ്റിക്കളയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് കിടക്കാൻ അവരെ വിട്ടാൻ പറ്റില്ല, അവരെ എടുത്ത് മാറ്റിക്കളയണം എന്ന് ആവശ്യപ്പെട്ടു. അതിന് ഞങ്ങൾക്ക് സൗകര്യം ചെയ്യണം. അപ്പൊ ഭരണാധികാരി ഗവർണർ എന്ത് ചെയ്തു? ബാല്യ പണം കിട്ടിയതല്ലേ, ആ പണം കിട്ടിയതനുസരിച്ച് അതിന് സൗകര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗവർണർ അതാ വിളിക്കുകയാണ്. ഇവിടെ സാധാരണയായി കാവല് നിൽക്കുന്ന ആളെ വിളിക്കുകയാണ്. വന്നിട്ട് പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ യദ്ഊനി ഫഅജബ്തുഹു. ഗവർണർ വിളിച്ചു, ഞാൻ അദ്ദേഹം വിളിച്ചെന്നു. പറഞ്ഞു, യാ സവാബ് യദ്ഖു അലൈക ലൈലത അഖ്വാമുൽ മസ്ജിദ് ഫഫ്തഹ് ലഹും വമക്കിൻഹും. ഇന്ന് രാത്രി ഒരു കൂട്ടർ വന്നിട്ട് വാതിലിന് മുട്ടുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കണം, പള്ളി തുറന്നു കൊടുക്കണം, അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം. മിമ്മാ അറാദു, അവർ ഉദ്ദേശിച്ച കാര്യം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. നീ ഒന്നും പറയണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു, ഭരണാധികാരിയല്ലേ, ഇപ്പൊ പറഞ്ഞാൽ സ്വീകരിക്കാതിരുന്ന തലവെട്ടി പോയി. ഞാൻ അങ്ങനെ ഖബർ ശരീഫിന്റെ സമീപത്ത് നബിതങ്ങൾ കിടക്കുന്ന ഹുജറയുടെ സമീപത്ത് നിന്ന് കരയാൻ തുടങ്ങി. ഞാൻ ഇശാ നിസ്കരിച്ചു, വാതിലൊക്കെ അടച്ചു. ഒരൽപ്പം കഴിയുമ്പോൾ അതാ വാതിൽ പിന്നെ മുട്ടുന്നു. ഞാൻ ചെന്നു, വാതിൽ തുറന്നപ്പോൾ 40ഓളം ആളുകൾ അതാ വരുന്നു. അവരെ കയ്യിൽ കൈക്കോട്ടുണ്ട്, പടതയുണ്ട്, കുറെ ഉപകരണങ്ങളൊക്കെ മഴിയുണ്ട്. പൊളിക്കാനുള്ള കിളക്കാനുള്ള എല്ലാ ഉപകരണങ്ങളുമുണ്ട്. നേരെ ഹുജറത്തു ശരീഫയുടെ സമീപത്തേക്ക് വരികയാണ് അവർ. ഉദ്ദേശം എന്താണ്? അതേ റവാഫിദാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെറുക്കുന്ന ആളാണ്, ഉമർ ഇബ്നുൽ ഖത്താബിനെ വെറുക്കുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ റാഫിദത്ത് അതേ ഉമർ ഇബ്നുൽ ഖത്താബിനുള്ള വെറുപ്പ് കാരണത്താൽ തറാവീഹ് നിസ്കാരം എന്ന ഒരു നിസ്കാരം തന്നെ സുന്നത്തില്ലെന്ന് വാദിച്ചല്ലോ. അവരെ പിന്തുടർന്നുകൊണ്ടാണല്ലോ 20 റകഅത്ത് തറാവീഹ് വേണ്ടെന്ന് വാദിച്ച് തറാവീഹും തഹജ്ജുദും ഒന്നാണെന്ന് വാദിച്ച സലഫികളും അതേ വഴി പിന്തുടർന്നവര് തന്നെയാണല്ലോ. റാഫിദത്തിന്റെ മാർഗം സ്വീകരിച്ചവരാണല്ലോ. അത് ഇമാം സർഖസി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മബ്സൂത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ റാഫിദത്താണ് വന്നത് റസൂലുള്ളാഹിന്റെ സമീപത്ത് നിന്ന്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും എടുത്തു മാറ്റാനുള്ള പരിപാടിയാണ്. അവരിങ്ങോട്ട് വന്നു. പക്ഷേ ഫവല്ലാഹി മാ വസലൽ മിൻബറ ഹത്ത ബത്തലഅതുൽ അർദു ജമീഅഹും ബിജമീഇ മാ കാന മഅഹും. അവരിങ്ങോട്ട് വരുമ്പോൾ വന്ന മുഴുവൻ ആളുകളും അവ ഉപകരണങ്ങളും മുഴുവനും അതാ ഭൂമിയിലേക്കങ്ങ് താഴ്ന്നു പോയി. ഭൂമി പിടിച്ച് വിഴുങ്ങിപ്പോയി. ഇവര് തിരിച്ചു ചെല്ലാതിരുന്നപ്പോൾ അതേ ഗവർണർ ആളെ പറഞ്ഞേക്കുകയാണ്, എന്നോട് വിളിച്ച് സംഭവങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്. സുബ്ഹാനല്ലാഹ്. എഴുന്നേറ്റ് നിന്നു. അവിടെ ചെന്ന് എന്തെങ്കിലും അടയാളം കാണാനുണ്ടോ? ഒരടയാളവും കാണാനില്ല. അപ്പോഴദ്ദേഹം പറഞ്ഞു, ഹാദാ മൗദു ഹാദൽ ഹദീസ്, ഇനി ഈ വിവരം പുറത്താരോടും പറയാൻ പാടില്ല. വൈൻ ളഹറ മിൻക കാന ബിഖത്ഇ റസിക, പുറത്ത് പറഞ്ഞാൽ നിന്റെ തല വെട്ടിക്കളയും. ഓ സുഹൃത്തുക്കളെ, ഭരണാധികാരികളെ പിടിച്ചുകൊണ്ടോ, ഏത് പണക്കാരെ പിടിച്ചുകൊണ്ടോ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നശിപ്പിക്കാനോ, സുന്നത്ത് ജമാഅത്തിന്റെ മുൻഗാമികളായ സാലിഹീങ്ങളെ മഹത്വം ഊതിക്കെടുത്താനോ ആര് ശ്രമിച്ചാലും അവിടെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പ്രചരിപ്പിക്കുന്നതിൽ വളരെ സജീവമായി നമ്മുടെ സംഘടനാ പ്രവർത്തകർ സജീവമായി ഉണ്ടാകണമെന്ന് ഈ കർണാടകയിലുള്ളവരോടും ഞാൻ പ്രത്യേകമായി ഉണർത്തി. എവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ വന്ന് അവരുടെ തെറ്റാശായ ആശയം പ്രചരിപ്പിച്ചാൽ ഉടനെ തന്നെ അവിടെ മറുപടി പറയണം. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറയണം. അതിനൊരു മടിയും നമുക്കുണ്ടാകരുതെന്നും ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പ്രത്യേകമായി ഉണർത്തി. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ, മഹാനായ ശറഫുൽ ഉലമാ ഉസ്താദ് അവരുടെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഈ